നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സൗദിയിൽ സ്വദേശിവത്കരണം കടുപ്പിക്കുകയാണ്. രാജ്യത്തെ ഗതാഗത ലോജിസ്റ്റിക്സ് മേഖലയിൽ സ്വദേശിവത്കരണം നടപ്പാക്കുകയാണ്. ഈ മേഖലയിൽ 18 തൊഴിലുകളിൽ സ്വദേശിവത്കരണം കൊണ്ടുവരുമെന്ന് സൗദി ഗതാഗത ലോജിസ്റ്റിക്സ് മന്ത്രി സ്വാലിഹ് അൽ ജാസിർ പറഞ്ഞു. അടുത്ത വർഷത്തോടെ പദ്ധതി നടപ്പിലാക്കും. ഇവയിൽ ചിലതിൽ പൂർണ്ണ സ്വദേശിവൽക്കരണവും മറ്റുള്ളവയിൽ നിശ്ചിത ശതമാനം തോതിലുമായിരിക്കും പദ്ധതി നടപ്പാക്കുക. അടുത്ത വർഷത്തോടെ പദ്ധതി നടപ്പാക്കാനുള്ള ഒരുക്കത്തിലാണെന്നും ലോക്കൽ കണ്ടന്റ് ഫോറത്തിൽ പങ്കെടുത്ത് സംസാരിക്കവേ മന്ത്രി പറഞ്ഞു. കൂടുതൽ വനിതകൾക്ക് പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിനുള്ള പദ്ധതികൾ നടപ്പിലാക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഫറമൈൻ ട്രെയിൻ സർവീസിൽ ഡ്രൈവർമാരായി വനിതകൾ ഉടൻ ജോലിയിൽ പ്രവേശിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. അതേസമയം കുവൈത്തും സ്വദേശിവത്കരണ നടപടികളുമായി മുന്നോട്ട് തന്നെ പോവുകയാണ്. കുവൈത്തിൽ മുനിസിപ്പാലിറ്റി തസ്തികയിലെ സ്വദേശിവത്കരണ നടപടികളുടെ ആദ്യഘട്ടം ആരംഭിച്ചു കഴിഞ്ഞു. വിദേശികളായ 132 ജീവനക്കാരെ പിരിച്ചുവിട്ടുകൊണ്ട് ഡയറക്ടർ ജനറൽ അഹമ്മദ് അൽ മൻഫൂഹി വിജ്ഞാപനം പുറപ്പെടുവിച്ചു. മുനിസിപ്പാലിറ്റി ഉദ്യോഗങ്ങളിൽ സമ്പൂർണ്ണ സ്വദേശിവത്കരണം നടപ്പാക്കുന്നതിന്റെ ആദ്യഘട്ടമായാണ് 132 പേരെ പിരിച്ചുവിട്ടുകൊണ്ട് മുനിസിപ്പൽ ഡയറക്ടർ എഞ്ചിനീയർ അഹമ്മദ് അൽ മൻഫൂഹി ഉത്തരവ് ഇറക്കിയത്. സെപ്റ്റംബർ 1 മുതൽ 3 മാസത്തെ മുന്നറിയിപ്പ് കാലാവധിയോടുകൂടിയാണ് ജീവനക്കാർക്ക് നോട്ടീസ് നൽകിയിരിക്കുന്നത്. 35% വീതം സ്വദേശി ജീവനക്കാരെ 3 ഘട്ടങ്ങളിലായാണ് പൂർണ്ണമായും പിരിച്ചുവിടുക. രണ്ടാം ഘട്ടം 2023 ഫെബ്രുവരി 1 മുതലാകും. മൂന്നാം ഘട്ടം ജൂലൈ 1 മുതലും നടപ്പിലാക്കുന്ന ഈ പുതിയ പദ്ധതിയിൽ മലയാളികൾ ഉൾപ്പെടെയുള്ളവർ ഉൾപ്പെടുമെന്നത് ഒരു പ്രധാന വെല്ലുവിളിയാണ് എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കുവൈത്തിലെ 44.64 ലക്ഷം വരുന്ന ജനസംഖ്യയുടെ 34% മാത്രമാണ് സ്വദേശികൾ. ബാക്കി 66% പ്രവാസികളാണ്. കുവൈത്ത് പൗരന്മാരിൽ 58% പേരും ജോലിയുള്ളവരാണ്. കുവൈത്തിൽ സ്വദേശികളും പ്രവാസികളും ഉൾപ്പെടെ 19 ലക്ഷം പേർ തൊഴിൽ ചെയ്ത് ജീവിക്കുന്നവരാണ്. അവരിൽ 73% പേരും സർക്കാർ മേഖലയിലോ സ്വകാര്യ മേഖലയിലോ ആണ് പണിയെടുക്കുന്നത്. ബാക്കി വരുന്ന 27% ഗാർഹിക മേഖലകളിൽ തൊഴിൽ ചെയ്യുന്നവരാണെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു. കുവൈത്തിലെ സമൂഹങ്ങളിൽ ഏറ്റവും കൂടുതലുള്ളത് ഇന്ത്യക്കാരാണ്. ആകെ ജനസംഖ്യയുടെ 19% ഇന്ത്യക്കാർ. 8,63,000-ലേറെ ഇന്ത്യൻ പ്രവാസികൾ കുവൈത്തിലുണ്ടെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. അതിനാൽ സ്വദേശിവൽക്കരണം രാജ്യത്തെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നതും ഇന്ത്യക്കാരെയാണെന്ന് നിസ്സംശയം പറയാം. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.